ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 വർഷത്തിലെ കേരള പാഠാവലിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ കേരള പാഠാവലി മറ്റൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഇതും കൂടെ നോക്കുമ്പോൾ തന്നെ ഏകദേശം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള ഫസ്റ്റ് ടൈമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ അപ്ലോഡ് ചെയ്തതും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലെ 3 പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം, കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവിയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമാണ് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കവി. പാലക്കാട് ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശ്ശിയിൽ ജനനം. 40ലേറെ തുള്ളൽ കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മെയ് 5 കുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. പ്രാചീന കവിത്രയത്തിലെ ഒരാൾ കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് നമുക്കിവിടെ ഉള്ളത്. 1, ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചായിരുന്നു? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ഈ കുറിപ്പിന് ശീർഷകം നൽകുക. ഇത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചിട്ടുള്ള കുറിപ്പാണ്. അപ്പോൾ നമുക്ക് കുഞ്ചൻ നമ്പ്യാർ എന്ന് തന്നെ ശീർഷകം കൊടുക്കാം. ഇദ്ദേഹത്തെ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നുണ്ട്? എന്തൊക്കെയാണ്? കേരളത്തിലെ ആദ്യ ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഈ 2 പേരിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കുഞ്ചൻ നമ്പ്യാർ ഏത് കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ്? ഏതാണ്? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസറും രണ്ടാമത്തെ ആൻസറും കുഞ്ചൻ നമ്പ്യാർ. മൂന്നാമത്തെ കേരളത്തിലെ ആദ്യ ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി 4ാമത്തേത് പ്രാചീന കവിത്രയം. അടുത്തത് പ്രവർത്തനം 2ലേക്ക് കടക്കാം. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മണ്ണിന്റെ കിനാവുകൾ എന്ന പാഠഭാഗം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ആരുടെയാണ്? മധുസൂദനൻ നായരുടേതാണ് അല്ലേ? മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്. പൂക്കൾ ഭൂമിയുടെ മക്കളാണ്. ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളെ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശമാണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെ. എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൂമ്പാരമാണ് ഭൂമി. ചെടികളും പൂക്കളും പുഴകളും ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ കുറിച്ചിട്ട് നമ്മൾ മണ്ണിന്റെ കിനാവുകൾ എന്ന പാഠഭാഗം എന്താണ് പറയുന്നത് അതും കൂടെ എഴുതി പ്രകൃതിയുടെ വർണ്ണനയിലേക്കാണ്, പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുറിപ്പിൽ പറയേണ്ടത്. 4 മാർക്കാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നിങ്ങൾ എഴുതണം. ഇനി ഇതിലെ ബി ചോദ്യം, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ ജമന്തികൾക്ക് എന്താണ് പകർന്നു നൽകിയത് എന്നാണ് ചോദിക്കുന്നത്. ജമന്തി പൂക്കൾക്ക് സന്ധ്യാസമയത്തെ ആകാശത്തിന്റെ നിറമാണുള്ളത്. ഈ നിറം അവയ്ക്ക് ലഭിച്ചത് സന്ധ്യ അവരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചത് കൊണ്ടാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 വരികളൊക്കെ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി പ്രവർത്തനം 3 നോക്കൂ. സംഭാഷണം തയ്യാറാക്കുക. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ ഡെയ്സി ചെടിയെയും വാനമ്പാടിയെയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അവർ തമ്മിൽ നടന്ന സംഭാഷണം എഴുതി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ ഡെയ്സി ചെടിയും വാനമ്പാടിയും തമ്മിലുള്ള സംഭാഷണമാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അപ്പോൾ വാനമ്പാടി, ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. പാവം പൂവേ, നീയും ഇവിടെ കിടന്നു കരിഞ്ഞു പോകുമല്ലോ. ഡെയ്സി ചെടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഗുരുതരം തന്നെയാണ്. വാനമ്പാടി, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ഡെയ്സി ചെടി, പൂന്തോട്ടത്തിൽ ആരും ശ്രദ്ധിക്കാതെ നിന്നിരുന്ന എനിക്ക് മധുര സംഗീതവും സന്തോഷവും തന്നത് നീയായിരുന്നു. വാനമ്പാടി, എനിക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവെയിലിലെ ധാന്യമളികളെക്കുറിച്ചുമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും സങ്കടം 2 രീതിയിൽ പറയുന്നതായിട്ടാണ് നമ്മളിവിടെ സംഭാഷണത്തിൽ എഴുതേണ്ടത്. ആ കഥാഭാഗം നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ? ഡെയ്സി ചെടിക്ക് പാട്ട് പാടിക്കൊടുത്ത വാനമ്പാടിയായിരുന്നു. പിന്നെന്താണ്? വാനമ്പാടിയെ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മീതിട്ടത് എന്താണ്? ഈ ഡെയ്സി ചെടിയായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സംഭാഷണം എഴുതേണ്ടത്. ഇതിലെ ബി ചോദ്യം,
കടങ്കഥയ്ക്ക് ഉത്തരം എഴുതൂ. ആന കേറാമാല ആൾ കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി. എന്താണ്? നക്ഷത്രങ്ങളാണ് ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കടങ്കഥയും കൂട്ടുകാർ കുറച്ച് പഠിച്ചു വെക്കണം. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കടങ്കഥയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. അതുപോലെ ചില സംഭവങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ എഴുതാനും വരാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂട്ടുകാർ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കേരള പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എക്സാം എഴുതാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.